ഹേയ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ സ്കൂളൊക്കെ പൊട്ടി വെറുതെ ഇരിക്കുകയല്ലേ? അപ്പോൾ ഞാനും അനിയനോട് വിചാരിച്ചു ഒരു പീടിയ കച്ചവടം തുടങ്ങിയാലോ. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധനം നമ്മൾ വാങ്ങിച്ചത് കക്കട്ടിലെ ഹോൾസെയിലിൽ നിന്നാണ്. സുഹൃത്തുക്കളെ, ഇത്ര സാധനമാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അത് പുളിയച്ചാർ, പുളിപ്പൊടി, അതുപോലെ ഇമിലി, ബുൾബുള്ള്, കക്കമുട്ടായി. ഓക്കെ, കണ്ട ഇതൊക്കെ നിങ്ങൾ പണ്ട് കഴിച്ചിട്ടുള്ള മുട്ടായാണ്, പുളിയച്ചാർ. ഇതിൻ്റെ കഥകളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇവിടെയാണ് നമ്മൾ പന്തലിടാൻ വിചാരിച്ച സ്ഥലം. ഇവിടെ പന്തലിട്ടിട്ട് കച്ചവടം ചെയ്യുന്നതാണ് നമ്മുടെ പ്ലാൻ. ഇനി മൊത്തം മൂത്തച്ഛൻ്റെ കയ്യിലാണ്. മൂത്തച്ഛനാണ് പന്തലിടാൻ പോകുന്നത്. മൂത്തച്ഛനോട് നമ്മുടെ പ്ലാനിങ് ഒക്കെ പറഞ്ഞ് ഉഷാറാക്കി കൊടുത്തു. പന്തൽ കെട്ടി തന്നാൽ പുളിപ്പൊടി വേണമെന്നാണ് മൂപ്പര കരാർ. പിന്നെ മൂത്തച്ഛൻ നേരെ പന്തലങ്ങോട്ട് കെട്ടി തുടങ്ങി. ഇതാണ് നമ്മുടെ മുതലാളി സാർ. മൂത്തച്ഛൻ്റെ കെട്ടുകളൊക്കെ വെറൈറ്റി കെട്ടുകളാണ് കേട്ടോ. മൂത്തച്ഛന് വാച്ചിനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. മൂത്തച്ഛൻ പണിയെടുക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും കയ്യിൽ വാച്ചുണ്ടാവും. പിന്നെ മൂത്തച്ഛനും കാർത്തിയോടെ പതുക്കെ പന്തൽ കെട്ടാൻ തുടങ്ങി കേട്ടോ. ഗൈസ്, നമ്മുടെ പീടിയൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പീടിയ കാണാൻ പോയാലോ. നമ്മുടെ പീടിയ വരുന്നത് കാക്കുനീൻ്റെ അടുത്തുള്ള ജിലാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിലോടി പോകുമ്പോൾ നമ്മുടെ പീടിയ കയറിയിട്ടേ പോവാം. നമ്മുടെ കച്ചവടത്തിൽ ഉണ്ടാക്കുന്ന പൈസ ഇടുന്നത് ഈ പെട്ടിയിലാണ് കേട്ടോ. രാജീവ മാഷാണ് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ ഗൈസ്. ഇന്ന് ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയത് 106 രൂപയാണ്. അപ്പോൾ ബാക്കി നാളെ.